കേരള മനസാക്ഷിയെ നടുക്കിയ തൊടുപുഴയിലെ 7 വയസ്സുകാരന്റെ ക്രൂര കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. കുഞ്ഞു മരിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രതിയായ അരുൺ ആനന്ദിനെ രക്ഷിക്കാൻ പ്രമുഖർ രംഗത്തെത്തിയിരിക്കുകയാണ്. കൊല്ലാൻ മൗനാനുവാദമെങ്കിലും നൽകി കൂട്ടുനിന്ന അമ്മയെ വെറും പരാതിക്കാരിയാക്കുന്നതിനൊപ്പം അരുൺ ആനന്ദിനെ രക്ഷിച്ചെടുക്കാനും ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഭാര്യമാരെ വച്ചുമാറ്റി രസിക്കുന്ന ഗ്രൂപ്പുകളും ലഹരി മാഫിയയുമായും തൊടുപുഴയിലെ കുഞ്ഞിന്റെ അമ്മയ്ക്കും അരുൺ ആനന്ദിനും ബന്ധമുണ്ടെന്ന സൂചനകൾ എത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഇവരിലേക്ക് അന്വേഷണം എത്താതിരിക്കാനാണ് കരുനീക്കം നടക്കുന്നത്. കേസിൽ കുട്ടിയുടെ അമ്മയെ പ്രതിയാക്കില്ല, അമ്മയെ പരാതിക്കാരിയും സാക്ഷിയുമാക്കി മാറ്റാനാണ് നീക്കം. ഇതിനുശേഷം വിചാരണയിൽ അരുണിനെ രക്ഷിക്കും. ഇതിനുവേണ്ടി ഇടത് MLA നടത്തിയ കരുനീക്കങ്ങൾ വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രമാദമായ കേസുകൾ സാധാരണ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനാണ് വിടാറ്. എന്നാൽ തൊടുപുഴയിലെ ക്രൂരത ലോക്കൽ പോലീസ് തന്നെ അന്വേഷിച്ച് അവസാനിപ്പിക്കും. ഒറ്റപ്രതിയിലേക്ക് മാത്രം കേസ് ഒതുങ്ങും. മദ്യപിച്ച് ലക്കുകെട്ടെത്തിയ അരുൺ ആനന്ദ് കിടക്കയിൽ ഇളയകുട്ടി മൂത്രമൊഴിച്ചതിൽ പ്രകോപിതനായി നടത്തിയ കൊലയാണിതെന്നാകും കേസ്. കുട്ടിയുടെ അമ്മയെ ഇയാൾ മർദ്ദിച്ചെന്നും കേസെടുക്കും. അങ്ങനെ അമ്മയെ ഇരയാക്കി മാറ്റിയാകും ഊരിയെടുക്കുക. ഉന്നത ബന്ധങ്ങളാണ് ഈ കേസിൽ കുട്ടിയുടെ അമ്മയ്ക്ക് തുണയാകുന്നത്. കുട്ടിയുടെ അച്ഛന്റെ കൊലപാതകത്തിൽ സംശയങ്ങൾ ഉയർന്നിരുന്നു. കുട്ടിയുടെ അച്ഛന്റെ അച്ഛനും അമ്മയും പരാതിയുമായി എത്തുകയും ചെയ്തു. എന്നാൽ സമ്മർദ്ദങ്ങളിൽ നിന്നും അവരും പിന്മാറുകയാണ്. ഈ കേസും പോലീസ് പുനരന്വേഷിക്കില്ല. ആഭ്യന്തര വകുപ്പിൽ അതിശക്തമായ സ്വാധീനം ചെലുത്താനാകുന്ന ഇടത് MLA ആണ് ഇതിന് കാരണം. ഇതിനൊപ്പം തൊടുപുഴയിൽ സിനിമാക്കാർക്കും മറ്റും കാരവൻ കൊടുക്കുന്ന ടൂറിസ്റ്റ് ബസ് മുതലാളിയുമുണ്ട്. കുട്ടികളെ അരുൺ ആനന്ദ് അതിക്രൂരമായി പീഡിപ്പിക്കുമായിരുന്നു. ഇതിന് അമ്മയുടെ മൗനാനുവാദവും ഉണ്ടായിരുന്നു. ഇതിനൊപ്പം അരുൺ ആനന്ദിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കുട്ടി സോഫയിൽ നിന്ന് വീണു എന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ചികിത്സ തടയുക പോലും ചെയ്തു. ഇതെല്ലാം ഡോക്ടർമാരിൽ സംശയമുണ്ടാക്കി. അങ്ങനെയാണ് തൊടുപുഴയിലെ ക്രൂരത പുറം ലോകത്ത് എത്തിയത്. അതുകൊണ്ട് തന്നെ അരുൺ ആനന്ദിനെ പോലെ അമ്മയ്ക്കും കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അമ്മയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ അരുണിന്റെ അധോലോക ബന്ധത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുമായിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് അമ്മയെ കേസിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നത്. മുൻപും കൊലക്കേസിലടക്കം പ്രതിയായ അരുൺ ആനന്ദ് കൊടും കുറ്റവാളിയാണ്. കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചതോടെ അരുണിനെതിരെ കൊലക്കുറ്റം ചുമത്തിയിരുന്നു. എങ്കിലും കുട്ടിയെ മർദ്ദിച്ചു കൊന്ന കേസിൽ നിലവിൽ പരാതിക്കാരി എന്ന നിലയിലാണ് അമ്മയെ പോലീസ് പരിഗണിക്കുന്നതെന്നാണ് ഏറെ അത്ഭുതമുണ്ടാക്കുന്നത്. ഇളയ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചത് അറിഞ്ഞിട്ടും പോലീസിനെ അറിയിക്കാതിരുന്നതും അവരെ കുറ്റക്കാരി എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് പോക്സോ കേസും ചുമത്താം. എന്നാൽ ഇതൊന്നും വലിയ വിവാദത്തിലേക്ക് കൊണ്ടുപോകാതെ അരുൺ ആനന്ദിലേക്ക് മാത്രം കേസ് ഒതുക്കാനാണ് നീക്കം. വിചാരണ കാലത്ത് കുട്ടിയുടെ അമ്മ അരുണിന് അനുകൂലമായി മൊഴി കൊടുക്കാനും സാധ്യതയുണ്ട്. അതായത് കേസിലെ ഏകസാക്ഷി കൂറുമാറും. അങ്ങനെ വന്നാൽ കേസ് അട്ടിമറിക്കപ്പെടുകയും ചെയ്യുമെന്നും റിപ്പോർട്ട് എത്തുന്നു. എന്നാൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ കുഞ്ഞിന് നീതി കിട്ടാനും അമ്മയ്ക്കും അരുണിനും കടുത്ത ശിക്ഷ തന്നെ ലഭിക്കണമെന്നുമാണ് ആഗ്രഹിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്.